നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ കാരായി രാജനാണ്. ഫസൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കുറ്റാരോപിതനായി നാടുകടത്തലിന് വിധേയനായ പൊതുപ്രവർത്തകൻ. ഇപ്പോൾ CPIM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. കാരായി രാജനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ, കതിരൂരിലെ സ്വന്തം വീട്ടിൽ പുല്ലിയോട് വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയാണ്. സ്വാഗതം. 3.5 വർഷമായി നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു തീർപ്പ് കൽപ്പിക്കലിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് താങ്കൾ. എന്താണ് നാടുകടത്തലിന്റെ രാഷ്ട്രീയം? നാടുകടത്തലിന്റെ രാഷ്ട്രീയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം ആരംഭിച്ചതാണെന്ന് ഒരുപക്ഷെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പേർ കേട്ടറിയുന്ന നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. നമ്മളുടെ വിഷയം അങ്ങനെ ഒന്നുമല്ലെങ്കിലും അത് അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകടനത്തിൻ്റെ നേരെ നടന്ന കയ്യേറ്റമാണ് എങ്കിൽ ഇത് ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള, അവരുടെ മൗലികാവകാശത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് നിയമപരമായിട്ടും പരിശോധിക്കുമ്പോൾ ഇതിനെ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ആരോപിക്കപ്പെട്ട ഒരു കള്ളക്കേസിലാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് എല്ലാ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ആരാണ് ഫസലിനെ കൊന്നത്? ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഫസലിനെ കൊന്നത്? എന്തായിരുന്നു ഫസലിനെ കൊല്ലാനുള്ള കാരണം? ഇങ്ങനെ 1 തൊട്ട് 100 വരെ എണ്ണുന്ന മുഴുവൻ കാര്യങ്ങളും, ഇങ്ങനെ ചിലപ്പോൾ 100 അക്കങ്ങളിട്ട് പറയാൻ സാധിക്കുന്ന വിവരങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വെളിപ്പെടുത്തപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കുറേ ആളുകളെ ഒരു കള്ളക്കേസിൽപ്പെടുത്തി ഒരു കാരണവുമില്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു മൊഴികൾ, ഒരു കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്ക് നേരെ കേസിനാധാരമായ കുറ്റപത്രത്തിൽ അതിനാസ്പദമായ, അതിന് ബലം നൽകുന്ന മൊഴികൾ ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും സാക്ഷിമൊഴികൾ പോലും ഇല്ലാതെയാണ് ഞങ്ങളെ ജയിലിൽ പിടിച്ചിട്ടത്. ജാമ്യം തരാതെ 1.5 വർഷത്തോളം ജയിലിനകത്തിട്ട് ഇപ്പം 3.5 വർഷമായി എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന കണ്ടീഷൻ നിലനിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്, കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നില്ല. എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് രാഷ്ട്രീയ സ്വഭാവമുള്ളതോ അല്ലാത്തതോ ആയ കൊലപാതക കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊട്ടേറെ കോൺഗ്രസ്സുകാർ പ്രതികളാണ്, CPIM-കാർ പ്രതികളായിട്ടുണ്ട്, അതിലധികം RSSകാർ പ്രതികളായിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ പ്രതികളായിട്ടുണ്ട്. തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ നടത്തിയ കൊലപാതകങ്ങൾ പോലും കേരളത്തിലുണ്ട്. ഈ എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല എന്നിരിക്കെ ഇപ്പോൾ ഞാനും നിങ്ങളും സംസാരിക്കുന്നത് സ്വന്തം നാട്ടിൽ വെച്ച്, കതിരൂരിൽ വെച്ചാണ്. അങ്ങനെ എറണാകുളത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്താണ്? അതും ഒരു വലിയ പ്രയാസം, വലിയൊരു കടമ്പ തന്നെയാണത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നതിന് വേണ്ടി കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. മത്സരിച്ചു, ഞങ്ങൾ ജയിച്ചു. പക്ഷേ തുടർന്ന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. എങ്കിലും 3-4 മാസം കൂടുമ്പോൾ ഒരു തവണ ജില്ലാ പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അനുവാദം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബഡ്ജറ്റ് സമ്മേളനമായതുകൊണ്ട്, ബഡ്ജറ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് കോടതിയിൽ പ്രത്യേക പെർമിഷന് വേണ്ടി കൊടുത്തു. ആ പെർമിഷൻ്റെ മേലെ കോടതി ഉത്തരവുണ്ടായി. ഈ ഉത്തരവ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു വീണ്ടും നമ്മൾ കോടതിയിലെത്തി റിപ്പോർട്ട് ചെയ്യണം. ഇതൊരു സാഹസികമായ, മറ്റൊരു തരത്തിൽ പ്രയാസകരമായ ഒരു അവസ്ഥ തന്നെയാണ് നാട്ടിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പം നാട്ടിലേക്ക് എങ്ങനെ വരണമെങ്കിലും, വീട്ടിലാർക്കെങ്കിലും
അസുഖമായാലൊന്നും സാധാരണഗതിയിൽ വരാൻ പറ്റില്ല. എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും ഒരു സന്ദർശകനായിട്ടാണ് എനിക്ക് തീർച്ചയായും. വരാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേർ, കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. കാരായി രാജൻ എന്ന പൊതുപ്രവർത്തകനായ മനുഷ്യനെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. വളരെ സൗമ്യമായി എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വിഷയങ്ങളിൽ ഇടപെട്ട് വളരെ നല്ല നിലയിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. പക്ഷെ ഒരുപക്ഷെ ഈ പറയുന്ന എതിരാളികൾക്ക് പോലും പറയാൻ സാധിക്കും, കാരായി രാജൻ എന്ന മനുഷ്യൻ ഇതിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്? അത് CPIM-ന്റെ പ്രവർത്തകനായി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കുമോ? അതുമാത്രമാണ് കാരണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടി ഈ കേരളത്തിലും ജില്ലയിലും നമ്മുടെ നാട്ടിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ വളർന്നു വരാനുള്ള ഒരു കാരണം ജനങ്ങൾക്കിടയിലുള്ള പൊതുസമ്മതിയാർന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, CPIM-ന്റെ പ്രവർത്തകന്മാർ നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ശക്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ തലശ്ശേരിയിൽ തന്നെ ഞാനൊരു 12 വർഷത്തോളം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ലോക്കൽ സെക്രട്ടറി ആയിട്ടും പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുമൊക്കെ പ്രവർത്തിക്കാനിട വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിൽ, സന്തോഷങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തലശ്ശേരി ഏരിയയിൽ നമ്മുടെ പാർട്ടി ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഏരിയയിലെ എല്ലാ പഞ്ചായത്തുകളും, മുനിസിപ്പാലിറ്റിയും, ജില്ലാ പഞ്ചായത്തും, അതേപോലെ നിയമസഭയും, പാർലമെന്റിലെ ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷവും എല്ലാം CPIM-നും ഇടതുപക്ഷത്തിനും വളരെ വ്യക്തമായ മേധാവിത്വം അതിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന അസൂയ ബാധിച്ചിട്ടുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് പല വിധത്തിലും നമ്മളോട് പകയൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് RSS പോലെയുള്ള ഒരു നിഗൂഢതകളേറെയുള്ള ഒരു ഫാസിസ്റ്റ് സംഘടനയ്ക്ക് നമ്മളെയൊക്കെ എതിർക്കുക, നമ്മളെയൊക്കെ ഇല്ലാതാക്കുക എന്നത് കൃത്യമായൊരു അജണ്ടയാണ്. ആ അജണ്ടയോടൊപ്പം നേരത്തെ UPA ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും അതിന്റെ ഭാഗമായിട്ട് നിന്നു. അങ്ങനെ ബോധപൂർവമാണ് ഈ കേസ് കെട്ടിച്ചമച്ചിട്ടുള്ളത്. ഇത് നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക, നമ്മുടെ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കുക, നാട്ടിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റി ഈ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കാനാവുമോ എന്ന ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ്